കേരളത്തെയാകെ ഞെട്ടിച്ച അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നു. വൻ സ്രാവുകളെ ലക്ഷ്യമിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഇഡി നടത്തുന്നത്. അവയവ കച്ചവടത്തിനായി വ്യാജരേഖകൾ ചമച്ച സംഭവത്തിൽ ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡി പരക്കെ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ ലേക്ക് ഷോർ അടക്കമുള്ള വൻകിട ആശുപത്രികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം അടക്കമുള്ള പ്രമുഖ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഈ മാഫിയ ശൃംഖലയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഇഡിക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവയവദാനത്തിന്റെ മറവിൽ വൻതോതിൽ കള്ളപ്പണം മറഞ്ഞിട്ടുണ്ടെന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട ആശുപത്രികളിൽ ഓരോ തവണ പരിശോധന നടക്കുമ്പോഴും ഈ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാഫിയ റാക്കറ്റിന് വൻ തുക കമ്മീഷനായി ലഭിച്ചിരുന്നുവെന്ന് ഇഡിയുടെ കണ്ടെത്തലുണ്ട്. അവയവദാതാവിനെയും അത് സ്വീകരിക്കുന്ന രോഗിയെയും പരസ്പരം എത്തിച്ച് ആശുപത്രികളിൽ നടത്തുന്ന വിവിധ പരിശോധനകൾക്ക് അടക്കമാണ് ഇത്തരത്തിൽ വൻ തുകകൾ കമ്മീഷനായി ഒഴുകിയിട്ടുള്ളത്. ഈ കേസ് അന്വേഷണത്തിൽ ആശുപത്രികളിൽ നിന്നും മുഖ്യപ്രതിയായ നജീബിനടക്കം കമ്മീഷന് ലഭിച്ചത് കോടികളാണെന്ന് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചനയും വരുന്നു. ഈ പണമിടപാടുകളുടെ കൃത്യമായ ഉറവിടം കണ്ടെത്തുന്നതിനായി പ്രമുഖ ആശുപത്രികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഇഡി ഉദ്യോഗസ്ഥർ വളരെ വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഈ വൻ തട്ടിപ്പിലെ മുഖ്യ കണ്ണികളായ ഇടനിലക്കാരുടെ വീടുകളിലും റെയ്ഡ് ശക്തമായി തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന 2 പേരുടെ വീടുകളിൽ ഇഡി ഉദ്യോഗസ്ഥർ ഒരേ സമയം കയറി ഇറങ്ങി പരിശോധന നടത്തി. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനിയായ ശ്രീജയുടെയും കൊല്ലം സ്വദേശിയായ സുധീറിന്റെയും വീടുകളിലാണ് അതീവ രഹസ്യമായി ഇഡി സംഘം എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന സാമ്പത്തിക ഇടപാടുകളും അതിന്റെ രേഖകളും കൃത്യമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇഡിയുടെ ഈ അടിയന്തര നടപടി. ഇതേ കേസിൽ നേരത്തെ തന്നെ ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അവയവദാനത്തിന്റെ മറവിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടന്നതായി ആരോപിക്കപ്പെടുന്ന വൻ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കാനാണ് ഈ പരിശോധനയെന്നാണ് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഈ കേസിലെ മുഖ്യപ്രതിയായ നജീബിന്റെ കാസർഗോഡുള്ള വസതിയിലും ഇഡി സംഘം ഒരേ സമയം റെയ്ഡ് നടത്തുന്നുണ്ട്. തട്ടിപ്പിലെ പ്രധാന കണ്ണികളായ ശ്രീജയുടെ കൊല്ലത്തെ വീട്ടിലും സുധീറിന്റെ വീട്ടിലും നജീബിന്റെ വീട്ടിലും ഒരേ സമയം പരിശോധന നടക്കുന്നതോടെ റാക്കറ്റിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും പൂട്ടിക്കെട്ടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ആശുപത്രി അധികൃതർക്കും ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും കമ്മീഷൻ തുകകൾ എങ്ങോട്ടൊക്കെയാണ് മറിഞ്ഞതെന്നും കണ്ടെത്താൻ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാടുകളുടെ രേഖകൾ ഇഡി വിശദമായി പരിശോധിച്ചു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ ഈ കേസിൽ വരയിലാകുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും ലേക്ക് ഷോർ അടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിൽ വൻതോതിലുള്ള റെയ്ഡ് നടക്കുകയാണ്. കേരളം ഏറ്റവും അധികം ഞെട്ടിയ വാർത്തകളിൽ ഒന്നായിരുന്നു അവയവ കച്ചവടം. ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ കേരളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി ഒരേ സമയം തുടരുകയാണ്.